ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പ് സ്റ്റിക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച ബീഫ് കറിയാണ്. പക്ഷേ ഇതിൽ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാതെ തന്നെ മസാലകൾ മാത്രം വറുത്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്. ബീഫ് ആദ്യം തന്നെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ബീഫ് വേവിച്ച് വെച്ചു. ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചത്. ഇവിടെ ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഈ ബീഫ് ഒന്ന് മസാലയൊക്കെ പുരട്ടി കറിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതും 1/2 കപ്പ് ഉള്ളിയും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത്. എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സവാള നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വഴഞ്ഞ് കിട്ടും. അതിനു വേണ്ടിയാണ് ചേർക്കുന്നത്. കുറച്ച് വേപ്പിലയും ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കണം. ഇത് നന്നായി വഴഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് മസാലകളൊക്കെ ഒന്ന് വറുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കാം. പക്ഷേ അപ്പോൾ സമയം ഒത്തിരി എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. മല്ലി നന്നായി വറുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറുന്നവരെ മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നന്നായി വറുക്കണം. ഇത് നല്ലതുപോലെ കളറൊക്കെ മാറണം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഈ ഉള്ളിയിൽ മിക്സിയിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിക്കണം. ഇപ്പോൾ തക്കാളിയും നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബീഫിൽ എല്ലായിടത്തും മസാല നന്നായിട്ടൊന്ന് ആകണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി 1 ടീസ്പൂൺ
ഗരം മസാലപ്പൊടി കൂടി ഇതിൽ ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ച് നേരം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് മല്ലിയിലയും കൂടി വിതറിയതിന് ശേഷം നമുക്കിത് 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം കറി നന്നായി മിക്സ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.